അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി പറയുന്നതിന് മുമ്പ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഒന്നുകൂടെ പറയാം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എത്ര സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, ടോട്ടൽ റിയാക്ഷൻ മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അതാണ് നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷനായിട്ട് പറയുക. അപ്പം ഒരു സ്റ്റേബിളായിട്ടുള്ള സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കഴിഞ്ഞിട്ട് അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പേഴ്സോ അല്ലെങ്കിൽ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സ് റിയാക്ഷൻസിനെ നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. അതാണ് റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സ് അല്ലെങ്കിൽ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പേഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിവർ ബീം, ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സ് ബീമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഈ സ്ട്രക്ചർ നമ്മുടെ സാധാരണ കേസിൽ സ്റ്റേബിളാണ്. ഈക്വിലിബ്രിയം ഇക്വേഷൻസ് മതി അനലൈസ് ചെയ്യാൻ. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ടൈപ്പ് ലോഡ് വരുവാണെങ്കിൽ അത് ഡിഫോം ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഒരുപാട് കൂടും സെൻറ്ററിൽ. അപ്പം ആ ഒരു കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിഫോർമേഷൻ കൂടുമ്പോഴത്തേക്ക് സ്ട്രക്ചർ ജസ്റ്റ് സ്റ്റേബിളാണ്, പക്ഷേ അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കൂടെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിഫ്ലക്ഷൻ പാറ്റേൺ ഇങ്ങനായിട്ട് മാറും. ഇത്രയും വലിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നത് അവിടുത്തെ ഡിഫ്ലക്ഷൻ 0 ആവുകയും ഇതിനെ ഏറ്റവും മാക്സിമം വരുന്ന ഡിഫ്ലക്ഷൻ നേരത്തെ ഉള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ചെറിയൊരു മാഗ്നിറ്റ്യൂഡായിട്ട് മാറി. അപ്പം സ്ട്രക്ചർ ഇൻഡിറ്റർമിനേറ്റ് ആകുമ്പോൾ അത് കൂടുതൽ സ്റ്റേബിൾ ആകും, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ക്യാൻഡിലിവറിൻ്റെ കേസ് വരുവാണെങ്കിൽ ക്യാൻഡിലിവർ ഇങ്ങനെ വന്നിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ആ ഒരു കുറച്ചുകൂടെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. എത്ര സപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ക്യാൻഡിലിവർ നമ്മളിപ്പോൾ 2 സപ്പോർട്ട് അഡീഷണൽ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ഒരു സപ്പോർട്ട് അഡീഷണൽ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അവൈലബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അൺറിസ്ട്രെയിൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ജോയിൻറ്റിലും വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെയാണെന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രസ് എലമെൻ്റ് എടുക്കുക. ട്രസ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്സിയൽ മൂവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, റൊട്ടേഷൻസ് ഇല്ല. അപ്പോൾ അതിനകത്ത് ഒരു എക്സ് കമ്പോണൻറ്റിൽ ഒരു മൂവ്മെൻറ്റ് കാണും, വൈ കമ്പോണൻറ്റിൽ ഒരു മൂവ്മെൻറ്റ് കാണും ഒരു ജോയിൻറ്റിൽ, അതേപോലെ നമുക്ക് 2 ജോയിൻറ്റിലും. അപ്പം ഇതാണ് ട്രസ് എലമെൻറ്റിനകത്ത് വരാൻ ചാൻസ് ഉള്ള മൂവ്മെൻറ്റ്. അപ്പം ഈ ഒരു സപ്പോർട്ടിൽ നമ്മളതിനെ ഒരു ഹിഞ്ച് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തേക്കുകയാണെങ്കിൽ ഹിഞ്ച് സപ്പോർട്ടിൽ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ല. അപ്പം ഈ 2 മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്തു. ദെൻ ഈ ട്രസ് അങ്ങ് ഫുള്ള് വരയ്ക്കുകയാണെങ്കിൽ അതേപോലെ ഈ എൻഡിലും ഹൊറിസോണ്ടലി വെർട്ടിക്കലി മൂവ്മെൻറ്റ് വരേണ്ടതായിരുന്നു. ജോയിൻറ്റിൽ നമ്മളൊരു ഹിഞ്ച് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ല. ഇനി ഹൊറിസോണ്ടലി വെർട്ടിക്കലി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഈ ഒരു പോർഷനില്ല, ഈ ഒരു ജോയിൻറ്റിൽ. അപ്പം ആ ജോയിൻറ്റിൽ നമുക്ക് വേറെ സപ്പോർട്ട് വെച്ചൊന്നും റീസ്ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മളൊരു ബീം എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിന് വരുന്ന മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന 3 മൂവ്മെൻറ്റ്സാണ്. ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് വരും, ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് വരും, ഒരു റൊട്ടേഷൻ വരും. അത് ഇപ്പുറത്തെ എൻഡിലും ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, ദെൻ ഒരു റൊട്ടേഷൻ. ഓക്കെ, ഇതിനകത്ത് ഈ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആ സ്ട്രക്ചറൽ എലമെൻറ്റിൻ്റെ ആക്സിസിന് അലോങ് ആയിട്ടാണ്. അപ്പം ഈ ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഡീഫോർമേഷൻ, അതായത് ആക്സിയൽ ഡീഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രക്ചർ ഈസ് ആക്സിയലി റിജിഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 2 മൂവ്മെൻറ്റ്സിനെ ഒഴിവാക്കാം. അതായത് ആക്സിയലി റിജിഡ് എന്ന് പറയുമ്പോൾ ആക്സിയലി അത് ഡീഫോം ചെയ്യുന്നില്ല, അപ്പം ഈ 2 മൂവ്മെൻറ്റ്സ് കാണില്ല. ബാക്കിയുള്ള വെർട്ടിക്കലിയും എലമെൻറ്റിന് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മൂവ്മെൻറ്റും 2 എൻഡിലുള്ള റൊട്ടേഷൻ ആയിരിക്കും കാണുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഈ എൻഡിലൊരു ഫിക്സഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയെന്ന് വെച്ചു. ഈ എൻഡിൽ ഫിക്സഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതെന്താ ക്യാൻഡിലിവർ ബീമായി. അപ്പം ഈ എൻഡിൽ വരുന്ന റൊട്ടേഷൻ, ദെൻ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നും ഫിക്സഡ് എൻഡിലില്ല. ഫിക്സഡ് എൻഡിൽ എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാ ഡിഫോർമേഷൻസും റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫ്രീ എൻഡ് ഉണ്ട്. ഫ്രീ എൻഡിൽ ഏതൊക്കെ വരുന്ന ഒന്ന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് വരും, വെർട്ടിക്കൽ മൂവ്മെൻറ്റ് വരും, റൊട്ടേഷൻ വരും, ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് വരും. ഈ സ്ട്രക്ചർ ആക്സിയലി റിജിഡ് അല്ലെന്ന് പറയുകയാണെങ്കിൽ
ഈ ക്യാൻഡിലിവർ ബീമിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3 വരും. 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫ്രീ എൻഡിലെ ജോയിൻറ്റുകൾ മാത്രം നോക്കിയാൽ മതി. ഫ്രീ എൻഡിലെ ഒരു റൊട്ടേഷൻ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിയൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ, ആക്സിയൽ ഡിഫോർമേഷൻ. ഇനി ആക്സിയലി റിജിഡ് എന്ന് പറയുവാണെങ്കിൽ ഈ ആക്സിയലിലുള്ള മൂവ്മെൻറ്റ് കാണില്ല. അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 2 വരും. അടുത്തൊരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്ര വരുമെന്ന് നോക്കാം. അപ്പം അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഈ ജോയിൻറ്റിൽ, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, ഒരു റൊട്ടേഷൻ. ഇവിടെയും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, ഒരു റൊട്ടേഷൻ. ഇത്രയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ട് ആയതുകൊണ്ട് മൂവ്മെൻറ്റ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഡെവലപ്പ് ചെയ്യും ഹിഞ്ച് സപ്പോർട്ടിൽ. അവർക്ക് ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. അതായത് നമുക്കൊരു ഫിക്സഡ് സപ്പോർട്ട് പറയുകയാണെങ്കിൽ അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ വരും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും, മൊമെൻറ്റ് വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരും ΔV. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ΔH. ദെൻ ഇവിടെ ഒരു റൊട്ടേഷൻ തീറ്റ. അപ്പം ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വിചാരിച്ചാൽ ആ ഒരു സ്ട്രക്ചർ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പം ഇവിടെ റിയാക്ഷൻ വരും, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഇവിടെ റിയാക്ഷൻ വരും, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഇവിടെ ഒരു മൊമെൻറ്റ് വരും, റൊട്ടേഷൻ ഇല്ല. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ആ റിയാക്ഷൻ അതിനെ റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയും വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാകും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഈ എൻഡിൽ വരുവാണെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യില്ല. കാരണം റോളർ ആയതുകൊണ്ട് ഹൊറിസോണ്ടലിൽ ഒരു ഫോഴ്സ് വരുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്തു റെസിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ദെൻ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യത്തില്ല, അതുകൊണ്ട് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ എത്രണ്ണമുണ്ട്? ഇവിടെ എന്തിനൊക്കെ? ഇവിടെ റൊട്ടേഷൻ ഇല്ല, റൊട്ടേഷൻ വരും. മൊമെൻ്റ് ഇല്ല, റൊട്ടേഷൻ ഉണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് രണ്ടാമത്തെ. ദെൻ ഒരു റൊട്ടേഷൻ ഡെവലപ്പ് ചെയ്യും മൂന്നാമത്തെ. അപ്പോൾ ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3 ഉണ്ടല്ലേ. ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 3. ഇനി അടുത്തത് ഒരു ഫിക്സഡ് ബീമിൻ്റെ കാര്യം നോക്കാം. 2 എൻഡ് ഫിക്സ്ഡ്, അതാണ് ഫിക്സഡ് ബീം. അപ്പോൾ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 3 ഡിസ്പ്ലേസ്മെൻറ്റും ഈ എൻഡിലുള്ള 3 ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പം ഈ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് 3 ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല, 0. ഈ എൻഡും ഫിക്സ്ഡ് ആയതുകൊണ്ട് 3 ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല, 0. 3 ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഹൊറിസോണ്ടലുള്ള മൂവ്മെൻറ്റ്, വെർട്ടിക്കലുള്ള മൂവ്മെൻറ്റ്, ദെൻ ഒരു റൊട്ടേഷൻ. അപ്പം കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ഫിക്സഡ് ബീം എന്ന് പറയുന്നത് 0 ആണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണ്? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 3 റിയാക്ഷൻസ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, റിയാക്ഷൻസ്. 3 റിയാക്ഷൻസ് ഉണ്ട്, ഇവിടെ 3 റിയാക്ഷൻസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് 3. അപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3 വരും. അതായത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, മൊമെൻറ്റ്. അപ്പം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫിക്സഡ് ബീം എന്ന് പറയുന്നത് കൈനമാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്. അടുത്തൊരു കേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ബീം നോൺ യൂണിഫോം ആയിട്ടിരിക്കുകയാണെങ്കിൽ, അപ്പം ഇത്രയും പോർഷനിൽ ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ബാക്കിയുള്ള പോർഷനിൽ വേറൊരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 2i. അപ്പോൾ ഈ കേസിൽ ഈ ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പം ഈ എൻഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല, ഈ എൻഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഈ ഒരു ജോയിൻറ്റിൽ, അതൊരു ജോയിൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരും, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരും, ഒരു മൊമെൻറ്റ് വരും. അപ്പം ഇത് 3ആണ് അവിടെ വരുന്ന കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പം ഫിക്സഡ് ബീമിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അതിനകത്ത് ഒരു നോൺ യൂണിഫോം ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി, 2 ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി വരുവാണെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3 വരും. ആക്സിയൽ റിജിഡിറ്റി അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ, ബീമിന് സാധാരണ ആക്സിയൽ റിജിഡിറ്റി അവോയ്ഡ് ചെയ്യാൻ നമ്മളോട് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആയിട്ട് ഈ ഒരു ഡിഫോർമേഷൻ കാണില്ല. അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി തന്നെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അത് 2D ട്രസ് അല്ലെങ്കിൽ പിൻ ജോയിൻ്റ് ട്രസ് അല്ലെങ്കിൽ പ്ലെയിൻ ട്രസ് എന്ന് പറയും.
ട്രസ്സിൻ്റെ കേസിൽ 2j മൈനസ് ആർ ആണ് ഇക്വേഷൻ. ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻറ്റ്സ്, ആർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻസ്. ഒന്നുമില്ല, സിംപ്ലി സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷൻസ്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, മൊമെൻറ്റം. പിൻ ജോയിൻറ്റഡ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ 3 റിയാക്ഷൻസും. ദെൻ റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിംസ് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2D ഫ്രെയിംസ്, റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിംസിനകത്ത് 3j മൈനസ് ആർ, ജെയും ആറിയും പഴയ പറഞ്ഞ പോലെ തന്നെ. ഇനി ഫ്രെയിമിനകത്ത് 1-2 മോഡിഫിക്കേഷൻസ് കൂടെ വരും. അതായത് ഫ്രെയിം ആക്സിയലി റിജിഡ് ആണെന്ന് പറയാം. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫോർമേഷൻ ഇല്ലാത്ത ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിയലി റിജിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ആക്സിയൽ ഡിഫോർമേഷൻസ് ഇല്ലെങ്കിൽ ആ ആക്സിയൽ ഡിഫോർമേഷൻസോട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ എത്ര മെമ്പേഴ്സിനാണോ ആക്സിയൽ ഡിഫോർമേഷൻസ് ഇല്ലാത്ത അത്രയും മെമ്പേഴ്സ് മൈനസ് ചെയ്യുക. എം ഡബിൾ ഡാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്സിയലി റിജിഡ് മെമ്പേഴ്സ്. ദെൻ അടുത്ത ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ RR എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ വരും. RR എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റേണൽ ഒരു ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യുമ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് RR. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് M-1, അതായത് നമ്മളൊരു ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ജോയിൻറ്റിലേക്ക് മീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്, അതാണ് M'. അതിനകത്തുനിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ RRൻ്റെ വാല്യൂ കിട്ടും. ഇതിനകത്ത് M' എന്ന് പറയുന്ന ആക്സിയലി റിജിഡ് എലമെൻറ്റും എത്ര നമ്പർ ഉണ്ടെന്ന്, നമ്പർ ഓഫ് ആക്സിയലി റിജിഡ് എലമെൻറ്റും M' എന്ന് പറയുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റിംഗ് ദ ഹിഞ്ചും ഈ ഇക്വേഷൻസിൽ. അപ്പോൾ ഇനി ഇക്വേഷൻ വെച്ചിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാം. നമ്മുടെ ബീമിനും ഫ്രെയിമിനും സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. എന്താ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈക്വൽ ടു 3j മൈനസ് ആർ എന്ന് പറയുന്നത് ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷനായിട്ട് ഇവിടെ എന്തൊക്കെ വരും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഈ മാർക്ക് ചെയ്തേക്കുന്ന റിയാക്ഷൻസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. ഓക്കെ, നമ്പർ ഓഫ് ജോയിൻറ്റ്സ് എത്ര, ജോയിൻറ്റ്സിൻ്റെ വാല്യൂ, ഇവിടെ ഒരു ജോയിൻറ്റ് 2. നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ് ഇവിടെ 2 ഈക്വൽ ടു 4. അപ്പം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 3 × 2 6 മൈനസ് ആറിയുടെ വാല്യൂ 4 ഈക്വൽ ടു 2. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 എന്ന് വന്നു. അതിന് എങ്ങനെ വന്നതെന്ന് നോക്കാം. അപ്പം എങ്ങനെ വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ്, ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റ്. ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ ഒരു മൊമെൻറ്റ്. ഈ കാണിച്ചിരിക്കുന്നത് റിയാക്ഷൻസും ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സുമാണ്. അപ്പം ഹിഞ്ച് സപ്പോർട്ട് ആയതുകൊണ്ട് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ് ചെയ്യില്ല. അപ്പോൾ ഈ 2 ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇല്ല. ഈ എൻഡിലും അതുപോലെ തന്നെ ഈ 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ഇവിടെ ആകെപ്പാടെയുള്ള ഒരു റൊട്ടേഷൻ ഉണ്ട്, ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പം ഇവിടുത്തെ റൊട്ടേഷനും ഇവിടുത്തെ റൊട്ടേഷനും, അതായത് സ്ട്രക്ചർ ഇങ്ങനെ ഡിഫോം ചെയ്യും. ഇവിടെ വരുന്ന ഈ സ്ലോപ്പ്, ഇവിടെ വരുന്ന ഈ സ്ലോപ്പ്, ഇത് രണ്ടുമാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇതൊന്ന് ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞതാണ് നമ്മുടെ റിയാക്ഷന് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഉണ്ടാവില്ല. ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല. ഇവിടെ ഹിഞ്ച് സപ്പോർട്ട് ആയതുകൊണ്ട് മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. ആ റൊട്ടേഷൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 കിട്ടിയത്. ഇനി ഒരു ഫ്രെയിമിൻ്റെ കേസ് നോക്കാം. ഫ്രെയിമിൻ്റെ കേസ് നോക്കുമ്പോഴത്തേക്ക് ഇക്വേഷൻ 3j മൈനസ് ആർ, ജെ എന്ന് പറയുന്ന നമ്പർ ഓഫ് ജോയിൻറ്റ്സ്, 1 2 3 4 ജോയിൻറ്റ്സ്. അപ്പോൾ 3 × 4 മൈനസ് ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഇവിടെ 3 റിയാക്ഷൻസ് വരും, ഇവിടെ 3 റിയാക്ഷൻസ് വരും. അപ്പം ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് മൈനസ് ടോട്ടൽ 6, 3 + 3 6. അപ്പം 12 - 6 ഈക്വൽ ടു 6 എന്ന് വരും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇനി മെമ്പേഴ്സ് ആക്സിയലി റിജിഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിനകത്തും 3 മൈനസ് ചെയ്യണം. 3 മെമ്പേഴ്സുള്ള 1 2 3 3 മെമ്പേഴ്സ് റിഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈക്വൽ ടു 3 എന്ന് വരും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ആ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു റൊട്ടേഷൻ വരും, ഇവിടെ ജോയിൻറ്റുള്ള റൊട്ടേഷൻ, ബാക്കി 2 ജോയിൻറ്റ് ഫിക്സഡ് ജോയിൻ്റാണ് റൊട്ടേഷൻ. പിന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടലായിട്ട്, അതായത് ഈ ഫ്രെയിം അറിയാം, ഫ്രെയിമിനകത്ത് നമ്മൾ എന്തെങ്കിലും ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ചരിയും. ഒന്നുകിൽ അങ്ങോട്ടാണ് ലോഡെങ്കിൽ അങ്ങോട്ട് ചരിയും, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ചരിയും. അപ്പോൾ അതിന് ആ സ്വേക്ക് ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ മീൻസ് ആ ഫ്രെയിമിനുണ്ടാകുന്ന ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് സ്വേ എന്ന് പറയും. ഫ്രെയിമിനുണ്ടാകുന്ന ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഈ സ്വേക്ക് കുറേ റീസൺസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ പഠിക്കും. ഇനി അടുത്തത് ഒരു ബീമിൻ്റെ കാര്യം നോക്കാം. ഇതിനകത്ത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കണം. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷൻ 3j മൈനസ് ആർ, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്. ജോയിൻറ്റ്സ് നോക്കാം, 1 2 3 3 ജോയിൻറ്റ്സ്. അപ്പോൾ 3 × 3
മൈനസ് ആർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഇവിടെ 3 റിയാക്ഷൻസും ഡെവലപ്പ് ചെയ്യും. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം, ഹിഞ്ച് വിത്ത് റോളർ ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ 3 റിയാക്ഷൻ, ഇവിടെ ഒരു റിയാക്ഷൻ, ടോട്ടൽ 5 റിയാക്ഷൻസ് ഈക്വൽ ടു 3 × 3 9 മൈനസ് 5 ഈക്വൽ ടു 4 വരും. അപ്പം ഇനി ഈ 4 മൂവ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ മൂവ്മെൻറ്റ് ഒന്നുമില്ല, 3 റിയാക്ഷൻസും വരുന്നുണ്ട്, 3 മൂവ്മെൻറ്റും റെസ്ട്രിക്റ്റഡാണ്. ഇവിടെ ഒരു റിയാക്ഷനേ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി 2 മൂവ്മെൻറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, റോളർ മൂവ് ചെയ്യാം, പിന്നെ ഒരു റൊട്ടേഷൻ. ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും റൊട്ടേഷനും. അപ്പോൾ ഇതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 4 വന്നത്. ഇനി അടുത്തൊരു ഫ്രെയിമിൻ്റെ കേസിൽ ഇവിടെ ഒരു ഹിഞ്ച് തന്നിട്ടുണ്ട്. ചില കേസുകളിൽ മാത്രമേ അത് ഹിഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഡോട്ടഡ് പോയിന്റ് കാണും. അതാണ് ഹിഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കേസിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സപ്പോർട്ട് റിയാക്ഷൻസ് എത്ര വരും നോക്കാം. ഇവിടെ 3 റിയാക്ഷൻസ് വരും, ഇവിടെ 2 റിയാക്ഷൻസ് വരും. ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈക്വൽ ടു 3j മൈനസ് ആർ. ദെൻ ആക്സിയലി റിജിഡ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. ദെൻ ഹിഞ്ച് ഉണ്ടായതുകൊണ്ട് വരുന്ന അഡീഷണൽ ഇക്വേഷൻ മൈനസ് RE എക്സ്റ്റേണൽ റിയാക്ഷൻസ്. ഓക്കെ. ദെൻ ജോയിൻസ് എത്രയാണ്? 1 2 3 4 4 ജോയിൻസ് ഉണ്ട്. അപ്പോൾ 3 × 4 മൈനസ് എക്സ്റ്റേണൽ റിയാക്ഷൻസ് 3 + 2 5. ദെൻ പ്ലസ് REയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സമ്മേഷൻ ഓഫ് M' - 1. M' കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിഞ്ചിലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ്. ഒരു ഹിഞ്ചേ ഉള്ളൂ ഇവിടെ. ആ ഹിഞ്ചിലേക്ക് 2 മെമ്പേഴ്സ്, ഈ ഒരു മെമ്പറും ഈ ഒരു മെമ്പറും വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പം M' വാല്യൂ 2 - 1 ഈക്വൽ ടു REL RR ഈക്വൽ ടു 1. അതും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. അപ്പം ഇതിൻ്റെ വാല്യൂ വരുന്നത് 3 × 4 12 മൈനസ് 5 + 1 ഈക്വൽ ടു 8. ആ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന ഒരു റൊട്ടേഷൻ, ബാക്കി ഹൊറിസോണ്ടലും വെർട്ടിക്കലും റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് 2 ഡിസ്പ്ലേസ്മെൻറ്റ്സും ഇല്ല. then ഇവിടെ വരുന്ന 3 ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. ആ 3 ഡിസ്പ്ലേസ്മെൻറ്റിൽ ജോയിൻറ്റിന് വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു റൊട്ടേഷൻ. ആ റൊട്ടേഷൻ്റെ കേസിൽ ഈ മെമ്പറും റിജിഡ്ലി കണക്ട് ആയതുകൊണ്ട് രണ്ടിനും സെയിം സ്ലോപ്പ് ആയിരിക്കും വരുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ആ ജോയിൻറ്റിൽ വരുന്ന 2 മെമ്പേഴ്സിനും സെയിം സ്ലോപ്പ് വരും. ഈ ഒരു കേസിൽ വരുവാണെങ്കിൽ 3 ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഒരു റൊട്ടേഷൻ. ദെൻ ഹിഞ്ച് വരുന്നതുകൊണ്ട് ഈ ഒരു മെമ്പറിലെ റൊട്ടേഷനും ഈ ഒരു മെമ്പറിലെ റൊട്ടേഷനും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് പറയുന്നത് 2 ഡിസ്പ്ലേസ്മെൻറ്റ്, ഹൊറിസോണ്ടൽ ദെൻ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ 2 റൊട്ടേഷൻസ്. ഈ മെമ്പറിനുള്ള റൊട്ടേഷൻ അല്ല ഈ മെമ്പറിന് വരുന്നത്. അപ്പോൾ ടോട്ടൽ 4 വരും. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 4 + 3 7 പ്ലസ് ഇവിടുത്തെ 1 റൊട്ടേഷൻ 8. ആ 8 ആണ് ഇവിടെ വരുന്നത്. ഇനി ഒരു ട്രസ്സിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നിർത്താം. ഇതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് നോക്കാം. 1 2 3 4 5. അപ്പോൾ 5 ജോയിൻറ്റ്സ്. ട്രസ്സിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഇക്വേഷൻസ് എന്ന് പറയുന്നത് 2j മൈനസ് RE. RE എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻ. നമ്പർ ഓഫ് ജോയിൻറ്റ്സ് എത്ര വന്നു? 5 ജോയിൻറ്റ്സ് ഉണ്ട്. 2 × 5 മൈനസ് സപ്പോർട്ട് റിയാക്ഷൻസ് നോക്കാം. ഇത് ഹിഞ്ച് സപ്പോർട്ട്. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും റിയാക്ഷൻസ് വരും. ഇവിടെ 2 റിയാക്ഷൻസ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. ഇവിടെ 2 റിയാക്ഷൻ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. ടോട്ടൽ 4 - 4 ഈക്വൽ ടു 10 - 4 ഈക്വൽ ടു 6. ഇനി ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ. ഒരു ട്രസ്സിൻ്റെ എലമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ട്രസ്സിൻ്റെ ജോയിൻറ്റിൽ വരുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 2 എണ്ണമാണ്. റൊട്ടേഷൻ ഉണ്ടാകത്തില്ല ട്രസ് എലമെൻറ്റിന്. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഈ ഒരു ഏതെങ്കിലും ഒരു എലമെൻറ്റ് സ്ട്രേറ്റിന് പകരം ഇങ്ങനെ കർവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ട്രസ് എന്ന് വിളിക്കത്തില്ല. കാരണം കർവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊമെൻറ്റ് വരും. മൊമെൻറ്റ് വന്ന് സ്ലോപ്പ് വരും. ആക്സിയൽ ഡിഫോമേഡ് അല്ല, അതായത് ആക്സിയൽ എലമെൻ്റ് ആയിരിക്കത്തില്ല. ട്രസ്സിനകത്ത് ആക്സിയലി ഉള്ള ലോഡ് മാത്രമേ പാസ് ചെയ്ത് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അതിനെ ട്രസ് എന്ന് വിളിക്കത്തില്ല, അത് പിന്നെ ഫ്രെയിമായിട്ട് മാറും. അപ്പം ഈ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 6 എന്ന് പറയുന്നത് ഏതൊക്കെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നോക്കാം. ഈ ജോയിൻറ്റിൽ 2 ഡിസ്പ്ലേസ്മെൻറ്റ് വരാം, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. മൊമെൻറ്റ് റൊട്ടേഷൻ ഇല്ല, ഇത് റിയാക്ഷൻ അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് റൊട്ടേഷൻ ഇല്ല. ട്രസ് എലമെൻറ്റിനകത്ത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റേ ഉള്ളൂ, റൊട്ടേഷൻ ഇല്ല. പിന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു ജോയിൻറ്റിലും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരാം. ദെൻ ഈ ജോയിൻറ്റിൽ എല്ലാ ജോയിൻറ്റിലും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് വരച്ചു. ഇനി അതിനകത്ത് ഏതൊക്കെയാണ് റെസ്ട്രിക്റ്റഡ്? ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നുണ്ട്, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല.
ദെൻ ഇവിടെയും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നുണ്ട്. ആ രണ്ട് റിയാക്ഷനും രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും. അതായത് ഇത് റോളർ ആയിരുന്നെങ്കിൽ അത് റോൾ ചെയ്ത് മൂവ് ചെയ്യും. അപ്പം ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ഈ കേസിൽ രണ്ടും ഇല്ല, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് രണ്ടും ക്യാൻസലായ, രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല. ഇനിയുള്ളത് ഏതൊക്കെയാണ്? ഈ 3 ജോയിൻറ്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 1 2 3 4 5 6. ആ 6 ആണ് ഈ കിട്ടിയത്. ഇനി അടുത്ത ഒരു ചെറിയ ടോപ്പിക്ക്, ലാക്ക് ഓഫ് ഫിറ്റ് ഇൻ ട്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫിറ്റ്, എഫക്റ്റ് ഓഫ് ലാക്ക് ഓഫ് ഫിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അതായത് ഈ ഒരു എലമെൻ്റ് അങ്ങ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറ്റർമിനേറ്റ് ആവും. ഇൻഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ശ്രദ്ധിക്കുക, അവർക്ക് രണ്ട് ടോപ്പിക്കുണ്ട്, ലാക്ക് ഓഫ് ഫിറ്റും ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് സ്ട്രെസ്സിനുണ്ടാകുന്ന എഫക്റ്റ്. അപ്പം ഈ രണ്ടും അഡീഷണൽ സ്ട്രെസ്സ്, ഡയറക്റ്റ് ലോഡിംഗ് അല്ല, അഡീഷണൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണിത്. ലാക്ക് ഓഫ് ഫിറ്റും ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റും കൊണ്ട് അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുതരാം. ഈ രണ്ട് എഫക്റ്റും ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ മാത്രമേ വരുള്ളൂ, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് വരില്ല. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ ഒരുപാട് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊവിഷൻ ഉണ്ടായതുകൊണ്ട് ഈ ലാക്ക് ഓഫ് ഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് വരുന്ന എഫക്റ്റ് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്തല്ല, ഇല്ലാതായിപ്പോവും. അപ്പം നോക്കേ, ലാക്ക് ഓഫ് ഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ ട്രസ് എലമെൻറ്റ്, ഈ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ എലമെൻറ്റിന് എക്സാക്ട്ലി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ലെങ്ത് വേണം. എന്തെങ്കിലും കാരണത്താൽ നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ്റെ സമയത്ത് ഈ മെമ്പറിന് ഇത്രയും ലെങ്തേ ഉള്ളെന്ന് വിചാരിക്കുക. ഇത് കുറച്ച് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നതാണ്. ആക്ച്വലി വരുമ്പോൾ അതിനോട് അടുപ്പിച്ചൊരു ലെങ്ത് തന്നെ ആയിരിക്കും, മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലുതായി കാണിക്കുക. അപ്പോൾ ഇത്രയും ലെങ്ത് മെമ്പറിനില്ല, ഇത്രയും ലെങ്ത് കുറവാണ്. അപ്പോൾ അത്രയും ലെങ്ത് കുറവ് വരുമ്പോൾ എന്ത് വേണം, നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ച് ഇതിനോട് ചേർത്ത് കെട്ടണം. അതേപോലെ ഇതിന് കുറച്ചിങ്ങോട്ട് പുഷ് ചെയ്യുകയും വേണം ഈ ഒരു പോയിന്റ്. അപ്പം ഈ മെമ്പറിനെ വലിച്ച് നീട്ടി ഇതിനോട് ജോയിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഡീഷണലി ഒരു ടെൻസൈൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യില്ലേ, ഒരു ടെൻസൈൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ മെമ്പറിനകത്ത് ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ജോയിൻറ്റിൻ്റെ ഈ രണ്ട് എലമെൻറ്റിലും അതിന് കറസ്പോണ്ടിങ് ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിനെയാണ് ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് ഫിറ്റിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ മെമ്പറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ ലാക്ക് ഓഫ് ഫിറ്റ് ആവാനുള്ള പോരായ്മ, അതുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ്, അതാണ് എഫക്റ്റ് ഓഫ് ലാക്ക് ഓഫ് ഫിറ്റ്. ഇനി ഇത് ഒരുപാട് ലെങ്ത് കൂടുതലാണെങ്കിലും സംഭവിക്കാം. ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിൽ അതിനെ കൺട്രാക്ട് ചെയ്തുകൊണ്ട് വന്ന് അതേപോലെ ഈ ജോയിൻറ്റിനെ കുറച്ചുകൂടെ പുഷ് ചെയ്ത് അടുപ്പിച്ചാൽ മാത്രമേ ഈ ജോയിൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കേസിൽ ഈ മെമ്പറിനകത്ത് കംപ്രഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പം എക്സാക്റ്റ് ആയിട്ട് വേണ്ടിയിരുന്ന ലെങ്തിനെക്കാട്ടി കുറച്ച് കൂടുതലോ കുറച്ച് കുറവോ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി ആക്ച്വലി ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കണം. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് മെമ്പറിനകത്ത് അഡീഷണൽ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് എഫക്റ്റ് ഓഫ് ലാക്ക് ഓഫ് ഫിറ്റ്. അടുത്തത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് എങ്ങനെയാണ് ട്രസ്സിനകത്ത് അഡീഷണൽ ഫോഴ്സ് വരുന്നത് നോക്കാം. ഈ ട്രസ്സിൻ്റെ ഏതെങ്കിലും പോർഷനിലോ അല്ലെങ്കിൽ വല്ലതും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ, അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു റൂഫ് ട്രസ്സിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. അപ്പം ഈ ഏറ്റവും മുകളിലുള്ള ഈ എലമെൻറ്റ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിലോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡേ ഫുള്ള് സൺറൈസ് വന്ന് വരുമ്പോഴത്തേക്ക് ഈ ഒരു മെമ്പറിൻ്റെ ലെങ്ത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന ഡെൽറ്റയുടെ എമൗണ്ട് അറിയാം, എൽ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. എൽ എന്ന് പറയുന്നത് മെമ്പറിൻ്റെ ലെങ്ത്, ആൽഫ കോഎഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്, തെർമൽ എക്സ്പാൻഷൻ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം ഈ ഒരു മെമ്പറിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സൺറൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അത് ഹീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് വന്നതാണ് ഇൻഡിറ്റർമിനേറ്റ് ആവാൻ കാരണം. അപ്പം അതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇതിന് വേറെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, ഈ സപ്പോർട്ടിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ആവുകയാണെങ്കിൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ലെങ്ത് ഇൻക്രീസിനെ ഈ സ്ട്രക്ചർ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. റെസിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ അത് കൺട്രാക്ട് ചെയ്യാം ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ
കൺട്രാക്ട് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ഇതിൻ്റെ പ്രോപ്പർ ലെങ്തിനെക്കാട്ടിൽ കുറച്ച് ലെങ്ത് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്പറിനകത്ത് ഇതിൻ്റെ റീസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്, അതായത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയതുകൊണ്ട് അഡീഷണൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ മെമ്പറിനകത്ത് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ബാക്കി മെമ്പറിലും സപ്പോർട്ടിലും ഒക്കെ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് അഡീഷണൽ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.